കണ്ണൂർ മേലെച്ചൊവ്വ മേൽപ്പാലം നിർമ്മാണത്തിൽ നിന്ന് പിന്തിരിയാനുള്ള സംസ്ഥാന സർക്കാർ നീക്കം പ്രതിഷേധാർഹമാണെന്ന് ബിജെപി കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് കെ വിനോദ് കുമാർ. മേലെച്ചൊവ്വയിലെ ഗതാഗതക്കുരുക്കിന് ശാശ്വതമായ പരിഹാരമുണ്ടാക്കുന്നതിന് കണ്ണൂരിൻ്റെ MLA ആയാലും മന്ത്രിയായാലും മറ്റ് ഉദ്യോഗസ്ഥ തലങ്ങളിലായാലും ആദ്യം മുതലേ അവ്യക്തതയായിരുന്നു. 4 പദ്ധതികളാണ് ഇതുവരെ വന്നത്. അതിൽ ഒന്നാമത്തെ പദ്ധതി എന്ന് പറഞ്ഞത് മേലെച്ചൊവ്വയിൽ സിഗ്നൽ ലൈറ്റ് സ്ഥാപിക്കാനായിരുന്നു. കണ്ണൂർ നഗരത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന ഏതൊരാളും ഈ രൂക്ഷമായ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെട്ടുകൊണ്ടാണ് വരുന്നത്. മണിക്കൂറുകളോളം റോഡിൽ അവർ കാത്തുകെട്ടി കഴിയുകയാണ്. അപ്പോൾ ഒന്നാമത്തെ പദ്ധതിയായ ലൈറ്റ് സ്ഥാപിക്കാൻ, സിഗ്നൽ ലൈറ്റ് സ്ഥാപിക്കാൻ അത് സ്ഥാപിച്ചു. ലക്ഷങ്ങൾ ചെലവഴിച്ചാണ് സ്ഥാപിച്ചത്. പക്ഷേ വ്യാപകമായ പരാതി വന്നു, ഡ്രൈവർമാർക്ക് സിഗ്നൽ കാണുന്നില്ല, അശാസ്ത്രീയമാണ്, അതുകൊണ്ട് പൊളിച്ചു മാറ്റി. ലക്ഷങ്ങൾ പഴയി. രണ്ടാമത്തെ പദ്ധതി എന്തായിരുന്നു? നമുക്കറിയാം, മേലെച്ചൊവ്വയിൽ എത്തുന്ന ഏതൊരാളെയും രണ്ടാമത്തെ പദ്ധതി എന്തായിരുന്നു? രണ്ടാമത്തെ പദ്ധതി നമുക്കറിയാം, മേലെച്ചൊവ്വയിൽ വരുന്ന ഏതൊരാളെയും സ്വീകരിക്കുന്നത് ഒരു വലിയ ആൽമരമാണ്. അവിടെ എത്തുന്ന ഏതൊരാൾക്കും വലിയ തണലേകുന്നൊരു മരം. ഫെബ്രുവരി മാസം മുതൽ മെയ് മാസം വരെ പുഷ്പിച്ച് നിൽക്കുന്ന ആൽമരം, ചുവന്ന പുഷ്പങ്ങളായിരുന്നു. അത് നമുക്ക് താണ കഴിഞ്ഞാൽ കണ്ണോത്തുംചാൽ എത്തുമ്പോൾ തന്നെ ആ മരങ്ങളെ നമുക്ക് കാണാം. നന്ദിലത്തിൻ്റെ അവിടെ നിന്ന് തന്നെ നമുക്ക് ആളുകൾക്ക് കാണാം. അപ്പോൾ അങ്ങനെയുള്ള മരത്തെ മുറിച്ച് മാറ്റി. അതുപോലെ അവിടെയാണ് വലിയ കിണറുണ്ടായിരുന്നു, നല്ല ആഴത്തിലുള്ള കിണറുണ്ടായിരുന്നു. 100 കണക്കിന് ആളുകൾക്ക് ഉപകാരപ്രദമായിരുന്നു. മേലെച്ചൊവ്വയിലെ ഹോട്ടലുകാരൊക്കെ വെള്ളം ഈ കിണറിൽ നിന്നാണ് കൊണ്ടുപോയിരുന്നത്, ശുദ്ധവെള്ളം. ആ കിണർ മൂടി. അതിനുശേഷം അവിടുത്തെ ട്രാഫിക് സർക്കിള് വലുതാക്കി സിഗ്നൽ ലൈറ്റ് സ്ഥാപിച്ചു. അതും പരാജയപ്പെട്ടു. അതിൻ്റെ പേരിലും ലക്ഷങ്ങൾ പോയി. മൂന്നാമത്തെ പദ്ധതി മന്ത്രി കടന്നപ്പള്ളി MLA കൂടിയായ, കണ്ണൂരിൻ്റെ MLA കൂടിയായിരുന്നല്ലോ, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ സംസ്ഥാന സർക്കാർ, അന്നത്തെ സംസ്ഥാന സർക്കാർ മുമ്പോട്ട് വെച്ച പദ്ധതി അണ്ടർപാസ് നിർമ്മിക്കുക. അണ്ടർപാസ് നിർമ്മാണത്തിന് വേണ്ടി കൂടുതൽ പ്രാഥമികമായ പ്രവർത്തനങ്ങൾ നടത്തി, പഠനങ്ങൾ നടത്തി, അതിനുവേണ്ടി ലക്ഷങ്ങൾ ചെലവഴിച്ചു. അന്ന് വ്യാപകമായ പ്രതിഷേധം വന്നു. കാരണം മേലെച്ചൊവ്വയിൽ കൂടി, റോഡിനടിയിൽ കൂടി നിരവധി പൈപ്പ് ലൈനുകൾ പോകുന്നുണ്ട്. ആ പൈപ്പുകൾ മാറ്റി പുനഃസ്ഥാപിക്കുക എന്നുള്ളത് ദുഷ്കരമാണ്. മാത്രമല്ല, അണ്ടർപാസ് ഉണ്ടായ സ്ഥലങ്ങൾ, കണ്ണൂരിലായാലും എവിടെ ഉണ്ടായ സ്ഥലങ്ങളൊക്കെ പരാജയമാണ്. വെള്ളക്കെട്ടുകൊണ്ട് ജനങ്ങൾ ദുരിതമനുഭവിക്കുകയാണ്, അശാസ്ത്രീയമാണ്. അതുകൊണ്ട് വ്യാപകമായ പ്രതിഷേധം ഈ അണ്ടർപാസിനെതിരായി വന്നു. അങ്ങനെ അണ്ടർപാസും ഉപേക്ഷിച്ചു. പിന്നീട് ഗവൺമെൻറ് തന്നെ കൊണ്ടുവന്ന, അന്നത്തെ ഗവൺമെൻറ് കൊണ്ടുവന്നത് മേൽപ്പാലം നിർമ്മിക്കണമെന്നും. മേൽപ്പാലമാണ് അവിടെ ശാശ്വത പരിഹാരം. അന്ന് BJP ഉൾപ്പെടുന്ന ആളുകൾ, യുവമോർച്ച ഉൾപ്പെടുന്ന ആളുകൾ സമരത്തായിരുന്നു. അവിടെ മേൽപ്പാലം നിർമ്മിക്കണമെന്നുള്ളത് നമ്മുടെ ആവശ്യം. അതിന് നമ്മൾ വ്യാപകമായി ബോധവൽക്കരണം നടത്തിയിട്ടുണ്ടായിരുന്നു. വ്യാപാരികളുടെ ഇടയിൽ ഒക്കെ നമ്മൾ അതിന് വേണ്ടുന്ന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു BJP നേതൃത്വത്തിൽ. അവിടെ മേൽപ്പാലം നിർമ്മിക്കാൻ അതിൻ്റെ പദ്ധതിയും പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോയി. അതിൻ്റെ പ്രാഥമിക പ്രവർത്തനങ്ങളെല്ലാം നടത്തി. ലക്ഷങ്ങൾ ചെലവഴിച്ചു. തൂണുകൾ സ്ഥാപിക്കുന്ന പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. 2 തൂണുകൾ അവിടെ പണിതുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ പുതിയ കണ്ണൂരിൻ്റെ MLA അവിടെ സന്ദർശിച്ച് ഇത് നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ടു. അദ്ദേഹം നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഊരാളുങ്കൽ സൊസൈറ്റിയുടെ ഉദ്യോഗസ്ഥന്മാരെ അവിടെ വിളിച്ചു വരുത്തി, പണിസ്ഥലത്ത് വിളിച്ചു വരുത്തിയിട്ട് അവരോട് ആവശ്യപ്പെടുകയാണ്, ഈ പണി നിങ്ങൾ നിർത്തിവെക്കണം. ഇത് ജനങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്രദമല്ല, ഇത് വികസനത്തിന് വേണ്ടിയിട്ടല്ല. മുണ്ടയാട് ഭാഗത്തേക്കുള്ള റോഡ് വീതി കൂട്ടിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കും. അതുകൊണ്ട് ഇവിടെ മേൽപ്പാലം ആവശ്യമില്ല, അത് നിർത്തിവെക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുകയാണ്. ഇന്ന് അദ്ദേഹം നിഷേധിക്കുന്നു. അതിനുവേണ്ടി തെളിവുകൾ ഞങ്ങൾ ഹാജരാക്കാം. ബഹുമാനപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളുടെ മുമ്പിൽ ഉണ്ടാവും എന്നാണ് എൻ്റെ ശുഭപ്രതീക്ഷ. കാരണം മാധ്യമക്കാരുടെ മുമ്പിൽ വെച്ചാണ് ഇദ്ദേഹം പറഞ്ഞത്. ഉദ്യോഗസ്ഥനെ, ഊരാളുങ്കൽ സൊസൈറ്റിയുടെ കരാറുകാരെ അവിടെ വിളിച്ചു വരുത്തിയിട്ട് നിർത്തിവെക്കാൻ അദ്ദേഹം ആവശ്യപ്പെടുന്ന വീഡിയോ ബഹുമാനപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളുടെ കയ്യിലുണ്ടാവും. അന്ന് വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. ഇന്ന് അദ്ദേഹം പറഞ്ഞു ഞാനത് പറഞ്ഞിട്ടില്ലെന്ന്. വികസന വിരുദ്ധമായൊരു സമീപനം ഒരു MLA ഭാഗത്തുനിന്നുണ്ടാവാൻ പാടില്ല. അവിടെ അദ്ദേഹം മുമ്പോട്ട് വെക്കുന്ന ന്യായീകരണം എന്താ? മുണ്ടയാട് ഭാഗത്തേക്കുള്ള റോഡ് വീതി കൂട്ടിക്കഴിഞ്ഞാൽ അവിടെ മേൽപ്പാലത്തിൻ്റെ ആവശ്യമില്ല. മുണ്ടയാട് ഭാഗത്തേക്കുള്ള റോഡ് വീതി കൂട്ടിക്കഴിഞ്ഞാൽ അങ്ങേ ഭാഗത്തേക്ക് പോകാൻ വാഹനങ്ങൾക്ക് സൗകര്യമാണ്. ഇന്ന് മുണ്ടയാട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾക്ക് ഒരു സുഖമായി പോകാൻ കഴിയും മുണ്ടയാട് ഭാഗത്തേക്കുള്ള റോഡ് വീതി കൂട്ടിക്കഴിഞ്ഞാൽ. പക്ഷേ മുണ്ടയാട് ഭാഗത്ത് നിന്ന് കണ്ണൂരേക്ക് വരുന്ന വാഹനങ്ങൾ നമ്മൾ നിലവിലുള്ള ഹൈവേ ക്രോസ് ചെയ്തുകൊണ്ടേ അവർക്ക് വരാൻ കഴിയൂ. അങ്ങനെ വരുമ്പോഴാണല്ലോ അവിടെ കുരുക്ക് വരുന്നത്. ചിലപ്പോൾ 3ഉം 4ഉം ട്രാഫിക് പോലീസുകാർ അവിടെ നിന്നുകൊണ്ടാണ് അവിടുത്തെ ഡ്യൂട്ടി നിയന്ത്രിക്കുന്നത്. നമുക്ക് കാണുന്നുണ്ട്. പലപ്പോഴും നമ്മൾ ആളുകൾ അവിടെ മണിക്കൂറോളം റോഡിൽ കഴിയുന്ന സാഹചര്യമുണ്ട്. കാൽടെക്സ് വരെ നീണ്ടു നിൽക്കുന്ന ക്യൂ ഉണ്ടാവുന്നു.
ചാല ബൈപ്പാസ് വരെ അങ്ങേ ഭാഗത്തേക്കും കിഴക്ക് ഭാഗത്തേക്കും ക്യൂ ഉണ്ടാകുന്ന വാഹനങ്ങളുടെ. അപ്പോൾ ഇത് സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇത് സംഭവിക്കുന്നത് ഈ ക്രോസിംഗ് വരുന്നത് കൊണ്ടാണ്. അപ്പോൾ ക്രോസിംഗ് ഇല്ലാതിരിക്കണമെങ്കിൽ കണ്ണൂർ തലശ്ശേരി ഭാഗത്തേക്ക്, കണ്ണൂർ കൂത്തുപറമ്പ് ഭാഗത്തേക്ക് മേൽപ്പാലം ഉണ്ടെങ്കിലേ ഗതാഗതക്കുരുക്ക് പരിഹാരം ഉണ്ടാവൂ. ഇല്ലെങ്കിൽ എന്ത് വേണം? ഇല്ലെങ്കിൽ മുണ്ടയാട് ഭാഗത്തേക്കുള്ള റോഡ്, ആ റോഡ് വൺ വേ ആക്കാതെ രണ്ട് ഭാഗത്തേക്കും, മുണ്ടയാട് നിന്ന് കണ്ണൂരേക്കും കണ്ണൂരിൽ നിന്ന് മുണ്ടയാട് ഭാഗത്തേക്കും പോകാനുള്ള വീതി, അത്ര വീതി അവിടെ കൂട്ടണം. പക്ഷേ അപ്പോഴും ഉണ്ടാകുന്ന മറ്റൊരു സാങ്കേതികത്വമുണ്ട്. കാരണം അങ്ങനെ ആ വഴി വരുമ്പോൾ വാഹനങ്ങൾക്ക് കാൽടെക്സിലേക്ക് പ്രവേശിക്കുമ്പോൾ അല്ലെങ്കിൽ കണ്ണൂർ ടൗണിലേക്ക് പ്രവേശിക്കുമ്പോൾ റോഡിൻ്റെ ഇടതുഭാഗത്തേക്ക് കിടക്കണമല്ലോ. അവിടെയും ക്രോസിംഗ് വേണം. എവിടെയായാലും ഒരു ക്രോസിംഗ് ഇല്ലാതെ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ഒരു സുഗമമായ സൗകര്യം എന്നുള്ള നിലയിൽ ജനങ്ങൾക്ക്, സർക്കാരിനായാലും സാമ്പത്തിക ബാധ്യത ലഘൂകരിക്കുന്ന വിധത്തിലാവുന്ന വിധത്തിൽ ഈ നിലവിൽ ഇന്ന് വെച്ചിരിക്കുന്ന പ്രപ്പോസൽ, അത് മേൽപ്പാലം, ആ മേൽപ്പാലം യാഥാർത്ഥ്യമാക്കണം. ആ യാഥാർത്ഥ്യമാക്കുന്നതിലൂടെ മാത്രമേ അവിടെ ഗതാഗതക്കുരുക്കിന് ശാശ്വത പരിഹാരമുണ്ടാവൂ. 430 മീറ്റർ ദൈർഘ്യത്തിലാണ്, 24 മീറ്റർ വീതിയിലാണ്. ഇതിന് സർക്കാർ ഉദ്ദേശിക്കുന്ന പോലെ വലിയൊരു സാമ്പത്തിക ബാധ്യത വരില്ലേ? ഇതിനേക്കാൾ വലിയ പ്രോജക്റ്റുമായി സർക്കാർ തന്നെ കാര്യങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നില്ലേ? ഇന്ന് വികസന വിരുദ്ധമായ സമീപനം കണ്ണൂർ MLA സ്വീകരിച്ചിരിക്കുന്നു. ജനങ്ങൾക്ക് വിശ്വാസത്തിനെതിരായിട്ടാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത്, ജനവിധിക്കെതിരായിട്ടാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത്. അദ്ദേഹത്തിന് നല്ല ഭൂരിപക്ഷം, നല്ല പിന്തുണ നൽകി ജനങ്ങൾ അദ്ദേഹത്തെ ഒരു MLA ആക്കി. പക്ഷേ MLAയുടെ ഇന്നത്തെ പ്രവർത്തനം വികസന വിരുദ്ധമായ സമീപനമാണ്. ഈ സമീപനം നാടിന് ഗുണകരമല്ല. നമ്മുടെ ആവശ്യം അവിടെ മേൽപ്പാലം നിർമ്മിക്കണമെന്നുള്ളതാണ്. ആ മേൽപ്പാലം നിർമ്മിക്കാൻ വേണ്ടിയുള്ള പ്രതിഷേധവും പ്രക്ഷോഭവുമായിട്ടാണ് BJP മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ ഇപ്പോൾ അവിടെ ഒരുപാട് കോടിക്കണക്കിന് രൂപ ചെലവാക്കി. ആ പൈസ എവിടുന്ന് ആര് കൊടുക്കും? അതായത് ULCC എന്ന് പറഞ്ഞ ഒരു കോൺട്രാക്ടറാണ് അത് ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ സർക്കാരും അല്ലെങ്കിൽ ഈ സർക്കാരും തമ്മിലൊരു കൂട്ടുകെട്ടാണോ? എന്താണ് അതിന് അങ്ങനെ ഒരു നിലവിൽ ഒരു വർക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അത് കൊട്ടേഷൻ തയ്യാറാക്കി, അതിന് ടെൻഡർ തയ്യാറാക്കി, കൊട്ടേഷനൊക്കെ തയ്യാറാക്കി, അതിൻ്റെ എല്ലാ നോംസും പാലിച്ചുകൊണ്ടാണല്ലോ അതിൻ്റെ വർക്ക് മുമ്പോട്ട് പോയിരിക്കുന്നത്. സ്വാഭാവികമായും കരാർ ഏറ്റെടുത്താൽ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടാൽ ആ നഷ്ടപരിഹാരം കൊടുക്കാൻ സർക്കാർ ബാധ്യതയാണ്. MLA വഹിക്കുമോ? പണി നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ട MLA അതിൻ്റെ ബാധ്യത ഏറ്റെടുക്കുമോ? ഇല്ലെങ്കിൽ കേരള സർക്കാർ ഏറ്റെടുക്കണം. കേരള സർക്കാർ ഏറ്റെടുക്കുമ്പോൾ നഷ്ടം ആർക്കാണ്? ജനങ്ങളാണ്. ജനങ്ങൾ നൽകുന്ന നികുതി പണമാണ് ഇങ്ങനെ വേണ്ടത് വെക്കുന്നത്. വ്യക്തമാണ്. ഇവിടെ ഇപ്പോഴത്തെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾക്ക് ഇതിൻ്റെ ഇടയിൽ ചില കമ്മീഷനുകൾ അഴിച്ചു മാറ്റാൻ പറ്റില്ല, ചില അവിഹിതങ്ങൾ അവർക്ക് നടത്താൻ പറ്റില്ല എന്ന തോന്നലായിരിക്കാം ഈ ഭരണകക്ഷിക്ക് ഉണ്ടാവുന്നത് എന്ന് ഞങ്ങൾ സംശയിച്ചു പോകുന്നു. അതുകൊണ്ട് ഇത്തരം ജനങ്ങളെ വികസന വിരുദ്ധമായ സമീപനത്തിലേക്ക് തള്ളിവിടുന്ന ഒരു നീക്കം ഉണ്ടാവരുത്. അത് ഉപേക്ഷിക്കണം. MLA അവിടെ പണി നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടു. അദ്ദേഹം ജനങ്ങളോട് മാപ്പ് പറയണം. അവിടെ അടിയന്തരമായും പണി പുനരാരംഭിക്കാനുള്ള പ്രവർത്തനം MLA തന്നെ ബന്ധപ്പെട്ടവർക്ക്, മന്ത്രിയായാലും മറ്റുള്ളവരെയും കണ്ട് ആ കാര്യത്തിൽ ഒരു ഇടപെടൽ നടത്തണം. ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുന്ന പ്രവർത്തനം പുനരാരംഭിക്കാനുള്ള കാര്യമാണ് അടിയന്തരമായും വേണ്ടത്. ഈ ആവശ്യത്തിന് വേണ്ടി BJP പ്രതിഷേധത്തിലാണ്, പ്രക്ഷോഭത്തിലാണ്. വരുന്ന തിങ്കളാഴ്ച 15-ാം തീയതി BJP അവിടെ ഒരു വലിയ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിക്കുകയാണ്. തീർച്ചയായും ജനങ്ങൾ ഈ വികസനത്തിന് വേണ്ടിയാണ്. വികസന വിരുദ്ധമായ സമീപനം ഒരു ജനപ്രതിനിധി ഭാഗത്ത് ഉണ്ടാവരുത്. ആ കാഴ്ചപ്പാട് അദ്ദേഹം ഉപേക്ഷിക്കണം, MLA ഉപേക്ഷിക്കണം. ശക്തമായ പ്രതിഷേധവുമായി BJP മുമ്പോട്ട് പോകും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. മേൽപ്പാലം യാഥാർത്ഥ്യമാക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. മേലെ ചൊവ്വയിൽ ഗതാഗതക്കുരുക്ക് അനുദിനം രൂക്ഷമാവുകയാണ്. അത് പരിഹരിക്കുന്നതിനാണ് മേൽപ്പാല നിർമ്മാണത്തെക്കുറിച്ച് ആലോചിച്ചതും പ്രവൃത്തി തുടങ്ങിയതും. റോഡ് വീതി കൂട്ടിയാൽ മതിയെന്നാണ് MLAയുടെ കണ്ടുപിടുത്തം. ഗതാഗതക്കുരുക്ക് നിലനിർത്താനാണ് TO മോഹനൻ MLAയും കൂട്ടരും ശ്രമിക്കുന്നതെന്ന് വിനോദ് കുമാർ ആരോപിച്ചു. Hospital. We'll treat you well. Chala East, Kannur.